എങ്ങനെയാണ് ഈ ഇസ്ലാമിക നിയമങ്ങളും മരുമക്കത്തായവും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ എങ്ങനെയാണ് ഈ ഇസ്ലാമിക ശരീഅത്തിനകത്ത് ഈ മരുമക്കത്തായ നിയമങ്ങൾ നിലനിൽക്കുന്നതിനുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ? അല്ല, ശരീഅത്തിനെ കുറിച്ച് പൊതുവെയുള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. ഒന്ന് അതെന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പോൾ മുത്തലാഖിൻ്റെ ഒക്കെ വിഷയം വരുമ്പോൾ അത് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നത് തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത്. പക്ഷേ ശരീഅത്തിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് നോക്കുമ്പോൾ പ്രാദേശികമായും കാലാന്തരങ്ങളിലും ഒരുപാട് വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇതാണ് ശരീഅത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഒന്നാമെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു 200 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു 200 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഖുർആൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെടുന്നതും തമ്മിൽ ചുരുങ്ങിയ ഒരു 200 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു 200 ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിക നിയമങ്ങൾക്കില്ല. ഇല്ല, അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഖുർആനിൽ ഖുർആൻ ഒരിക്കലും ഒരു നിയമപുസ്തകമല്ല. ഖുർആനിൽ പറയുന്ന ചില നിയമവുമായി ബന്ധപ്പെട്ടുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്. അതുപോലെ ഖുർആനിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇസ്ലാമിക നിയമമായിട്ട് പിൽക്കാലത്ത് വരുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഖുർആനിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക നിയമം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും അത് എന്താ പറയുക ഇസ്ലാമിക നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാൻ പറ്റും. പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴ്ഘടകമാണത്. ആ സ്ഥാപനത്തിന്റെ പിന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവര് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹുദവിയാണ് ആര്? മഹമ്മൂദ് കുരി ഹുദവി. ഈ കുട്ടി, ഈ ചെറുപ്പക്കാരൻ 2019 അദ്ദേഹം DC ബുക്സിന് ഈ കോഴിക്കോട് നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് എന്നാണ്. അതായത് ഖുർആനിന്റെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം എന്നാണ്. ഇങ്ങനെ ഒരു വാക്ക് ശരിയാ MES പറഞ്ഞിട്ടില്ല, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പറഞ്ഞിട്ടില്ല, ISM പറഞ്ഞിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല, സമസ്ത പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ കുറ്റപ്പത പറയുന്നത് നിങ്ങൾക്ക് ജനകീയ വിചാരണ ചെയ്യാമെന്ന് ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ഞാൻ കോഴിക്കോട് വന്നിട്ട് കല്ലൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത് പഠിക്ക്. എന്റെ 2019 നടന്ന ഈ കുഫ്ർ പണ്ഡിതന്മാരെ നിങ്ങൾ ഇതുവരെ അറിയാഞ്ഞ് എന്താ ഇതിനെതിരെ നിങ്ങൾ തീരുമാനം എടുക്കാഞ്ഞ്? ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ്. അതേ സമ്മേളനത്തിൽ ആ കുട്ടി പറയുന്നുണ്ട്. ഡൂൾ ന്യൂസിന് വേറെ അതേ വർഷം ഡൂൾ ന്യൂസിന് വേറെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അദ്ദേഹം. ഇതിൽ രണ്ടിലുമായി അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകൾക്കെതിരാണ്, അത് പുരുഷ കേന്ദ്രീകൃതമാണ്. കാരണം ആദ്യത്തെ മദ്ഹബുകൾ കൊണ്ടുവന്നവരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് പുരുഷന്മാരെ അനുകൂലിച്ച് മാത്രമാണ് ഇസ്ലാമിക ശരിയാ നിയമം വന്നിട്ടുള്ളത്. ഇതിനെന്താ പറയാ? ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലെറി. ഇതാണ് ദാർ ഹുദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് മഹ്മൂദ് കുരി. 2019 അതിനുശേഷം ഈ വ്യക്തിയെ ദാർഹുദ എത്ര വട്ടം സ്വീകരണം കൊടുത്തു? ഈ വ്യക്തിയെ നിങ്ങൾ പഠിക്കുക, ഇല്ലെങ്കിൽ എന്നെ ജനകീയ വിചാരണ ചെയ്യാം. ഇസ്ലാമിന്റെ നിയമം ഒന്ന്, ശരീഅത്ത് നിയമം വേറൊന്ന്. ഖുർആന്റെ നിയമം ഒന്ന്, ഇസ്ലാമിന്റെ നിയമം വേറൊന്ന്. രണ്ട്, ഇസ്ലാം വേറെ, ശരീഅത്ത് വേറെ. ശരീഅത്ത് നിയമങ്ങൾ വരുന്നത് ഇസ്ലാമിനും 200 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. എങ്ങനെയുണ്ട്? ഇത് ഈ കാലം വരെ പറഞ്ഞൊരു വഹാബിയെ കേരളത്തിൽ നിങ്ങൾക്കറിയാം. നിങ്ങളെന്താ കേൾക്കണേ? നിങ്ങളവിടെ എന്താ ഞാൻ പറയുന്നത്? ഇതൊക്കെ മനസ്സിലായോ? അതായത് ഇസ്ലാം അല്യോമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞു വന്നതിന് ശേഷമാണ് കഴിഞ്ഞിട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഇസ്ലാമിന്റെ ലോസ് നിയമങ്ങൾ വരുന്നത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ടായോട്, അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇസ്ലാമിന്റെ പഴക്കം ഇല്ല അല്ലേ? അപ്പോൾ ഉടനെ മറുപടി ഇല്ല. ഒന്നുകൂടി മനസ്സിലായില്ല. ഇസ്ലാമിൽ വന്നിട്ട് 200 കൊല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ വന്നത്. അപ്പോൾ ആങ്കർ ചോദിക്കാൻ ഇയാളോട് എന്ത്? അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ? ഉടനെ മറുപടി ഇല്ല. പെണ്ണുങ്ങൾക്ക് അനീതി ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക ശരിയ വന്നത്. കാരണം ശരീഅത്തിനെ നിയമങ്ങളായി ക്രോഡീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ടു ഉള്ളൂ. നിയമം ആരെ കാലത്തുണ്ട്? ഉത്തരവിനകത്തില്ലേ? സിദ്ദീഖുൽ അക്ബർ നിയമം അനുസരിച്ച് അതൊരു സ്കൂൾ ഓഫ് ഒരു മദ്ഹബാക്കിയല്ലേ ഉള്ളൂ. ആര് പറ? മാലിക്കി ആയാലും അബൂ ഹനീഫ ആയാലും നിയമങ്ങൾ ഒരു വ്യവസ്ഥാപിതമായ ഗ്രന്ഥത്തിനും ചട്ടക്കൂടിലാക്കി തന്നെ ഉള്ളൂ. നിയമങ്ങൾ നബിയുടെ കാലത്തുണ്ട്. ആരുടെ കാലത്തുണ്ട്? പറ. സിദ്ദീഖ് കാലത്ത് മൊത്തമുണ്ട്. എന്നാൽ ഇസ്ലാം വന്നിട്ട് നിങ്ങളത് പരിശോധിക്കണം. ഇന്ന് പരിശോധിക്കും. 200 കൊല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിക നിയമങ്ങൾ വന്നത്. ഒന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നു, അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ? ഇല്ല. ഇത് ഇസ്ലാമോ കുഫ്രോ? എന്താ പറയാ? ഇത് കുഫ്ർ അല്ലെങ്കിൽ പിന്നെ ഇതെന്താ? എന്തെങ്കിലും അറിയാതെ പോയത്? നിങ്ങൾ ഇനി എല്ലാവരും കൂടെ ഇന്നെ വിചാരണയും കോഴിക്കോട് യോഗം കൂടി വിളിച്ചാൽ
നിങ്ങൾ ഇന്ന വിചാരണയോളി, നിങ്ങൾ ഇന്ന വഷളാക്കിക്കോളി, എനിക്ക് ഉറപ്പാ ഉറപ്പൊക്കെ മുടക്കും. എന്റെ റബ്ബിന് വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ ചീത്ത കേട്ടിട്ടില്ല, കേൾക്കൂല. ഇന്ന ജനം ചീത്ത ഒന്നിന്റെ പേരിലല്ല, അള്ളാഹു വേണ്ടി മാത്രം. കഴിഞ്ഞില്ല. പിന്നെ അയാൾ പറയാം